ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തായാലും നമ്മുടെ സുശീലയ്ക്ക് കിട്ടിയ തിരിച്ചടികളൊന്നും പോരാഞ്ഞിട്ടാണ്. എന്തായാലും അനുപമയെയും ഇന്ദ്രനെയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ സുശീല അനുവദിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയിൽ തന്നെയാണ് കേട്ടോ പുള്ളിക്കാരി മുന്നോട്ട് പോകുന്നത്. അതിന് കൂട്ടുപിടിക്കാൻ ഇപ്പോൾ വീട്ടിൽ തനിക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സോനയെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യാൻ കേട്ടോ. ഹെടി, നിൻ്റെ ആങ്ങളമാരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മരുമക്കൾ വന്നതുകൊണ്ടുകൂടി ഞാൻ അമ്മായിയമ്മയായടി. അതുപോലെ തന്നെ നിൻ്റെ ഏട്ടന്മാർ കല്യാണം കഴിച്ചപ്പേ പെങ്ങളുടെ സ്ഥാനം മാറി നീ നാത്തൂനുമായി. നീ സൂക്ഷിച്ച് നിന്നോ, ഇല്ലെങ്കിലേ ഇവളുമാരൊക്കെ നിന്നെ എപ്പം വാരി പുറത്തെറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. പിന്നെ നിനക്കൊന്നും ഇവിടെ ഒരു വിലയുണ്ടാവില്ല. മരുമക്കൾ ഭരണം പിടിച്ചാൽ സൂക്ഷിച്ചും കണ്ട് നിന്നാ നിനക്ക് കൊള്ളാമെന്നൊക്കെ പറയാൻ കേട്ടോ. നിൻ്റെ ഏട്ടന്മാരുടെ അടുത്തു നിന്നേ നിനക്കിനി ഒരു ഇതും കിട്ടാൻ പോകുന്നില്ല. ഇന്ദ്രൻ്റെ മാറ്റമൊക്കെ നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ സോനയാണെങ്കിലോ ആകെ ടെൻഷനിലാവുകയാണ് കേട്ടോ. സോനയ്ക്ക് സുശീലയുടെ പാതി ബുദ്ധി കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം ശ്യാമിനെതിരെയുള്ള കേസ് പോലും പിൻവലിക്കാൻ നമ്മുടെ അനന്തമാഷാണ് പൈസ കൊടുത്തതെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ സോന പിന്നെയും സുശീലയുടെ പക്ഷത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പ്രതിഭയുടെ അടുത്ത് പോയിട്ട് ഓരോ കുനുകുനുക്ക് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ സോന ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഒരു മാറ്റം വന്നത് എനിക്ക് കാണാനുണ്ട്. ഇന്ദ്രേട്ടനും അമ്മയ്ക്കെതിരെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. നിനക്ക് പിന്നെ പണ്ടേ അമ്മയെ ഇഷ്ടമൊന്നും ഇല്ലല്ലോ. സത്യേട്ടനാണെങ്കിലോ അമ്മ എന്താ കുറ്റം ചെയ്തത് നോക്കി നടക്കുകയാണ് പിന്നാലെ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നതെന്ന് പ്രതിഭ ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യണ്ട, രണ്ട് മരുമക്കളും കൂടി ചേർന്നേ എന്നെ പുറത്താക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സോന അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. സോന അങ്ങോട്ട് പോകുമ്പോഴാണ് അനുപമ ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. എന്താ സോനെ, നീ ആരെ പുറത്താക്കുന്ന കാര്യം പറയുന്നത്, എന്നെയാണോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ സോന ഏടത്തിയെ പുറത്താക്കാൻ ഇനിയിപ്പോൾ ഞാൻ ശ്രമിച്ചാൽ നടക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരു പുച്ഛഭാവത്തിൽ സോന അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അല്ല, ഒരുപാട് ശ്രമിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട്, പിന്നെ പഴയതൊന്നും ആരും മറക്കരുതല്ലോ എന്നും പറഞ്ഞ് അനുപമ മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പം തന്നെ സോനയ്ക്ക് മനസ്സിലായി ഇടയാണെങ്കിൽ ഏടത്തി ഇടഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. പണ്ടത്തെ ആ ഒരു മിണ്ടാപ്പൂച്ചയായിട്ടുള്ള അനുപമയല്ല തിരിച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ സോന അവിടെ മനസ്സിലാക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഇന്ദ്രനും അനുപമയും കൂടി ജോഗിങ്ങിനൊക്കെ പോയി വന്നത്. ആ സമയത്തായിരുന്നു സുശീല അടുക്കളയ്ക്ക് വന്നത്. നീയേ ഉള്ളോ, എവിടെയടി മറ്റവളെന്ന് ചോദിച്ചപ്പം പ്രതിഭയാണെങ്കിലോ സോനയാണോ അമ്മേ, സോന എണീറ്റിട്ടില്ല എന്ന് എന്തോ പറയാം കേട്ടോ. അവളല്ലടി, അവൾ എൻ്റെ മോളാ, ഞാൻ മറ്റവളെയാണ് ചോദിച്ചത്. അപ്പോൾ പ്രതി പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല അമ്മേ, ചേച്ചി ഏട്ടൻ്റെ കൂടെ ജോഗിങ്ങിന് പോയല്ലോ. ജോഗിങ്ങോ? അതെ, ഈ രാവിലെ എഴുന്നേറ്റ് ഓടുകയൊക്കെ ചെയ്യില്ലേ, അത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അത് ശരി. അപ്പം വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ അവൾ രാവിലെ തന്നെ നാട് തെണ്ടിങ്ങായിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പിറുപിറുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇന്ദ്രനും അനുപമയും തിരിച്ചെത്തിയത് കണ്ടപ്പോഴും നമ്മുടെ സുശീല, എടാ നിനക്ക് നാണം ഉണ്ടോടാ ഇവളെ ഇങ്ങനെ നാട്ടുകാരെ പ്രദർശിപ്പിച്ച് നടക്കാൻ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ അനുപമ അറിയോ, അമ്മ അറിഞ്ഞില്ലേ, ഞാൻ ഇന്ദ്രേട്ടനും കൂടി ഇങ്ങോട്ട് വരുമ്പോഴേ എത്ര ആൾക്കാരാ എന്നെ കണ്ടിട്ട് തിരിച്ചറിയ പോലും ചെയ്തില്ല. അത് ശരി അമ്മേ അനു പറഞ്ഞത്. പണ്ടത്തെ അനുവിനെയും ഇപ്പോഴത്തെ അനുവിനെയും കണ്ടിട്ടേ പലർക്കും മനസ്സിലാവുന്നില്ല. അമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനുപമയെ കാണാൻ പോകാറുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ആ ഒരു മാറ്റം തിരിച്ചറിയാൻ കഴിയാത്തതെന്നൊക്കെ പറയാം കേട്ടോ. പല ആവശ്യങ്ങൾക്കും വേണ്ടി അമ്മ പോവാറുണ്ടായിരുന്നല്ലോ ഒന്ന് ഊന്നി പറയാം കേട്ടോ. അത് കേട്ട് സുശീലയ്ക്ക് ഒട്ടും പിടിച്ചില്ല കേട്ടോ. നീ എന്താടാ നിൻ്റെ ഭാര്യയുടെ കൂടെ ചേർന്ന് എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ ഇന്ദ്രനോട് ചോദിക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സോന ചായയും കൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളി വന്നു കേട്ടോ. ചായ ഇടാൻ പ്രതിഭയും അത് കൊണ്ടുവന്ന് കൊടുക്കാനാണ് സോനയും കേട്ടോ. സോന ഇപ്പോൾ കാര്യമായിട്ട് പറഞ്ഞാൽ അവിടുത്തെ ഒരു പണിയും ചെയ്യുന്നൊന്നുമില്ല. ആ ഗർഭിണിയായ പ്രതിഭയാണുള്ള പണിയൊക്കെ ചെയ്യുന്നത്. തള്ളയും മോളും അവിടെ കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. ഈ ചില കാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം പ്രതിഭ നമ്മുടെ സുശീലയ്ക്ക് സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. പ്രതിഭയല്ല, സോന. അങ്ങനെ എന്തായാലും ചായയും കൊണ്ട് വന്നപ്പം ഇന്ദ്രനൊക്കെ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ വീട്ടിലെ പണികളെല്ലാം ചെയ്തു വെച്ചിട്ട് വേണം ഇതുപോലെ ഊര് ചുറ്റാൻ പോകുന്നത്. അതല്ലാതെ നിൻ്റെ വേലക്കാരികളാരും ഇവിടെ ഇരിക്കുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ സുശീല. എൻ്റെ മോള് നിനക്ക് വേണ്ടി വെച്ച് വിളമ്പാനും എല്ലാം ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പം തന്നെ
നമ്മുടെ അനുപമ പറഞ്ഞു, അതിന് സോനയല്ലല്ലോ ചായ ഉണ്ടാക്കിയത്, ചായ ഇട്ടതും അത് കപ്പിൽ ഒഴിച്ച് വെച്ചതും എല്ലാം പ്രതിഭയാണ്, ഇവളിങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അത് നമ്മുടെ സോനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതെന്താ എടുത്തി അങ്ങനെ പറഞ്ഞേ, ഞാനിവിടെ ചായ ഇടാത്ത ആളൊന്നുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നോണ്ടേ ജോലി കാര്യത്തിലൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം എന്ന് സോന ചോദിച്ചപ്പം, എന്തായാലും എല്ലാവരും കൂടിയിട്ട് വേണമല്ലോ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രഭാത ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉച്ചയ്ക്കുള്ളതായാലും രാത്രി കഴിക്കുന്നതായാലും ഒക്കെ തുല്യമായിട്ട് നമുക്ക് വീതിക്കാം ഭക്ഷണത്തിൻ്റെ കാര്യം എന്നൊക്കെ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ജോലി അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കാൻ പോവുകയാണ്. രാവിലത്തെ പണി ഒരാൾക്കാണ്, ഉച്ചത്തെ പണി വേറെ ഒരാൾക്ക്, രാത്രിത്തെ പണി വേറെ ഒരാൾക്ക്, അങ്ങനെയായിരിക്കും ഭാഗിക്കുന്നത്. എന്തായാലും സോനയുടെ ഉഴപ്പും മടി ഒന്നും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. സുശീലയ്ക്കാണെങ്കിലും വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അത് ഉണ്ടാക്കി കൊടുത്ത മരുമക്കളെ തന്നെ കുറ്റം പറയാനുള്ള കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. സോന എന്തായാലും ഈ തീരുമാനത്തിൽ വലയും. കാരണം ഇത്രയും നാൾ പ്രതിഭേനെ പണിക്കിട്ടിങ്ങിയായിട്ട് സുഖിക്കായിരുന്നല്ലോ. പണ്ടാണെ അനുപമയായിരുന്നു എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പ്രതിഭയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടതുകൊണ്ട് തന്നെ പണികളെല്ലാം കൂടുതലായിട്ട് സോനയ്ക്കും സുശീലയ്ക്കും ഒക്കെ ഭാഗിച്ചു കൊടുക്കാനാണ് അനുപമയുടെ തീരുമാനം കേട്ടോ. കൂട്ടത്തിൽ അനുപമയും എടുക്കും. എന്തായാലും പ്രതിഭയ്ക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കും. കാരണം കുറേ റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് തീരുമാനങ്ങൾ നടക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അനുപമയാണെങ്കിലോ അകത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സുശീല ഈ സോനയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. കേട്ടോടി, അവൾ വന്ന് കയറിയപ്പം തന്നെ തുടങ്ങി ഭരണം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നീ സൂക്ഷിച്ച് നിന്നാലേ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലേ കാലിൻ്റെ അടിയിലെ മണ്ണ് എപ്പോൾ ഒഴിച്ചു പോയിന്ന് തോന്നിയാൽ മതി. നീയൊക്കെ ഇപ്പം വെറും നാത്തൂന, ആ സ്ഥാനം നിനക്കുണ്ടാവും. ഇന്ദ്രൻ കണ്ടില്ലേ തിരിഞ്ഞത്, ഇന്ദ്രനെ നമുക്ക് കൈവിട്ട് പോയാലേ തീർന്നു നമ്മുടെ എല്ലാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആണിക്കല്ല് ഇന്ദ്രനാടി, അതും അടിച്ചോണ്ട് അവളങ്ങ് പോയാലേ അതോടെ തീർന്നു നമ്മുടെയൊക്കെ കാര്യം എന്ന് പറയാം കേട്ടോ. അത് കേട്ട് സോനയ്ക്കും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും സോന സുശീലയുടെ പക്ഷത്തേക്ക് തന്നെയാണ് ചായുന്നത് കേട്ടോ. ഇനി സോനയും സുശീലയും കൂടി ചേർന്നിട്ട് അനുപമേനെ അവിടുന്ന് പോകാനുള്ള പണ്ടത്തെ അതേ തന്ത്രം തന്നെ വീണ്ടും പ്രയോഗിക്കാൻ മതി. പക്ഷേ നമ്മുടെ അനുപമ എക്സ്ട്രാ സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ തിരിച്ചു വന്നിരിക്കുന്നത്. മാത്രമല്ല കട്ടയ്ക്ക് നമ്മുടെ ഇന്ദ്രനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കാണാനിരിക്കുന്നത് നമ്മുടെ സുശീല എന്തായാലും അനുപമ ചില്ലറക്കാരി ഒന്നല്ല. ഇന്നലെ രാത്രി തന്നെ അവൾ തെളിയിച്ചതാണ്. അവളുടെ റൂമിലുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കത്തിക്കാൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അത് രാത്രി തന്നെ എൻ്റെ അളമാരെ കുത്തി തുറന്ന് എടുപ്പിച്ചോളാണ് അവൾ എന്നൊക്കെ നമ്മുടെ സുശീല ഓർക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് അവൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണെങ്കിൽ ഈ സുശീലയെ ഒരുമ്പിട്ട് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം എന്ന് സുശീല അവിടെ മനസ്സ് പറയാം കേട്ടോ. എന്ത് വില കൊടുത്തും എൻ്റെ മോനെ അവളിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്തിരിക്കും. എന്നിട്ട് പണ്ടത്തെ പോലെ അവളെ ഈ വീട്ടിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറക്കി വിടുക തന്നെ ചെയ്യും. എന്നിട്ട് മാത്രമേ ഈ സുശീലയ്ക്ക് ഇനിയൊരു റെസ്റ്റ് ഉള്ളൂ എന്നൊക്കെ സുശീല മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. പക്ഷേ പണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും കൂട്ടു നിന്ന് മിണ്ടാതെ മൗനം ഭജിക്കാൻ ഇന്ദ്രൻ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ദ്രൻ അനുപമയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് മാത്രമല്ല അനുപമയുടെ കൂടെ നിന്ന് തള്ളക്കിട്ട് ഓരോ ഗോളും അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് സുശീലയുടെ ആകെ ആദി. ഹർഷയോട് കൂടെ ചേർന്ന് ഓരോ കുതന്ത്രങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഹർഷയ്ക്കാണെങ്കിലോ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഇവരുടെ ജീവിതം എങ്ങനെയെങ്കിലും നശിക്കണം എന്നാണ് ഹർഷ ചിന്തിക്കുന്നത്. എന്തായാലും വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.